ദുബായിൽ ജോലി തേടിയും നഗരം കാണാനുമെല്ലാമായി നിരവധി ആളുകളാണ് ദിവസേന എത്താറുള്ളത്. ജോലി തേടി എത്തുന്നവർ പലപ്പോഴും താമസ സൗകര്യത്തിനായി ഇവിടെയുള്ള ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ആശ്രയിക്കാറാണ് പതിവ്. വാടക ഇനത്തിൽ വരുന്ന ഭീമമായ തുക ഒഴിവാക്കാൻ വില്ലകളിലും അപ്പാർട്ട്മെന്റുകളിലും ഒന്നിൽ കൂടുതൽ കുടുംബങ്ങൾ താമസിക്കാറുണ്ട്. നിരവധി തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ജീവനക്കാർക്ക് താമസിക്കാനായി ലേബർ ക്യാമ്പുകൾ ഒരുക്കാറുണ്ട്. തൊഴിലാളികൾക്കും കുടുംബമായി താമസിക്കുന്നവർക്കും ഉൾപ്പെടെ ഇക്കാര്യത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ദുബായ് ഉൾപ്പെടെയുള്ള എമിറേറ്റുകൾ നൽകിയിട്ടുണ്ട്. ദുബായിലെ വില്ലകളിലും അപ്പാർട്ട്മെന്റുകളിലും ഒരാൾക്ക് 5 ചതുരശ്ര മീറ്റർ എന്ന കണക്കിൽ ഇടമൊരുക്കണം. ഈ സ്ഥലപരിമിതിക്കുള്ളിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ അത് ഓവർ ക്രൗഡഡ്, അതായത് ജനബാഹുല്യമായി കണക്കാക്കുമെന്നാണ് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നത്. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ കണക്ക് പ്രകാരം താമസത്തിനോ മുറി പങ്കുവയ്ക്കുന്നതിനോ ഒരു വ്യക്തിക്ക് ഏറ്റവും കുറഞ്ഞത് 5 ചതുരശ്ര മീറ്റർ സ്ഥലം ഉണ്ടായിരിക്കണം. ചില താമസ രേഖകൾ കുടുംബങ്ങൾക്ക് താമസിക്കാൻ മാത്രമായി നൽകിയ സ്ഥലങ്ങളാണ്. ഇവിടെ ബാച്ചിലേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ അനുവദിക്കുകയില്ല. ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ വ്യക്തിക്ക് വാടകയ്ക്ക് നൽകിയ ഇടങ്ങളിൽ കൂടുതൽ പേരെ താമസിപ്പിച്ചാലും പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും. അധികൃതരുടെ കൃത്യമായ പരിശോധനകൾ മിക്ക താമസ ഇടങ്ങളിലും നടക്കാറുമുണ്ട്. മുറി പങ്കുവെക്കുന്നതിനും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ലേബർ ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള ജോലി സംബന്ധമായ താമസ ഇടങ്ങളിൽ ഒരാൾക്ക് 3.7 ചതുരശ്ര മീറ്ററാണ് നൽകേണ്ടത്. ഇതിൽ കുറഞ്ഞ സ്ഥലത്ത് ജോലിക്കാരെ പാർപ്പിക്കരുത്. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ആളുകളെ താമസിപ്പിക്കുന്ന നിയമലംഘനങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് നിർദ്ദേശങ്ങൾ കർശനമാക്കുന്നത്. നിയമം ലംഘിക്കുന്ന തൊഴിലുടമകൾക്ക് പിഴയും വിലക്കും ഉണ്ടാകും. അതേസമയം തന്നെ വാടകയുടമയെ അറിയാതെ താമസയിടങ്ങളിൽ കൂടുതൽ ആളുകളെ പാർപ്പിക്കുന്ന താമസക്കാരുമുണ്ട്. ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ വാടക കരാറുകൾ അവസാനിപ്പിക്കുന്നതിന് വാടക ഉടമയ്ക്ക് അവകാശമുണ്ടായിരിക്കും. സമാനമായ രീതിയിൽ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി കൂടുതൽ പേരെ കെട്ടിടങ്ങളിൽ വാടകയ്ക്ക് താമസിപ്പിച്ചാലും നടപടിയുണ്ടാകും. അടുത്തിടെ ദുബായിൽ ഇത്തരത്തിൽ പ്രവർത്തിച്ച 10 കെട്ടിട ഉടമകൾക്ക് കെട്ടിടം വാടകയ്ക്ക് നൽകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. തിരക്കൊഴിവാക്കാനും സുരക്ഷ പാലിക്കാനും ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ടുവെച്ച നിർദ്ദേശങ്ങൾ ലംഘിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി. സ്കൂളുകളിലും കോളേജുകളിലും ക്ലാസ് മുറികളിലും ലാബുകൾക്കും ഓരോ വിദ്യാർത്ഥിക്കും അനുവദിക്കേണ്ട സ്ഥലത്തിന് പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ക്ലാസ് മുറികളിൽ ഒരു വ്യക്തിക്ക് 1.9 ചതുരശ്ര മീറ്ററും ലബോറട്ടറികളിലും മറ്റ് തൊഴിലിടങ്ങളിലും ഒരു വ്യക്തിക്ക് 4.6 ചതുരശ്ര മീറ്ററുമാണ് പരിധി. റീറ്റെയിൽ മാളുകൾ, സ്പേസുകൾ, ആശുപത്രികൾ, ഫാക്ടറികൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും കൃത്യമായ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ദുബായ് നൽകിയിട്ടുണ്ട്.